ഈസി വോക്ക് ഓവറാണ് ബി ജെ പിക്ക് ജാർഖണ്ഡിൽ എക്സിറ്റ് പോളുകളൊക്കെ പ്രവചിക്കുന്നത്. 23-നാണ് വോട്ടെണ്ണൽ. അപ്പോൾ എന്താണ് നമുക്ക് കൂടുതൽ നമുക്കത് അതിൻ്റെ കണക്കുകൾ വിശകലനം ചെയ്താലേ അത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സിറ്റ് പോളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എക്സിറ്റ് പോളുകൾ കഴിഞ്ഞ തവണ ഹരിയാനയിൽ BJP തോറ്റു പോകുമെന്ന് പറഞ്ഞതാണ്, പക്ഷേ BJP ജയിച്ചു. എക്സിറ്റ് പോളുകൾ അവിടെ ഇരിക്കട്ടെ, നമുക്ക് കണക്കുകളൊന്ന് വിശകലനം ചെയ്യാം, അതിൻ്റെ രാഷ്ട്രീയവും വിശകലനം ചെയ്യാം. അതായത് ആകെ 81 സീറ്റുകളാണ് ജാർഖണ്ഡിലുള്ളത്. അതിൽ BJP 68 സീറ്റുകളിൽ BJP മത്സരിക്കുന്നുണ്ട്. NDA മുന്നണിയിൽ നിന്ന് BJP മത്സരിക്കുന്നു. ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ 10 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ജനതാദൾ യുണൈറ്റഡ് 2 സീറ്റിലും, ലോക് ജനശക്തി നമ്മുടെ രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടി, അദ്ദേഹത്തിൻ്റെ മകൻ, ആ പാർട്ടി 1 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി, അതിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ്റെ പാർട്ടി ജാർഖണ്ഡ് മുക്തി മോർച്ച, അത് 41 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസ് 30 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. RJD 6 സീറ്റിലും CPIML 4 സീറ്റിലും മത്സരിച്ചു. ഇതാണ് അവിടുത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞല്ലോ. അവിടുത്തെ ഒരു സാഹചര്യം ഇതാണ്. ഇതിൽ ഭൂരിഭാഗം എക്സിറ്റ് പോളുകൾ ഏതാണ്ട് 2 എണ്ണം ഒഴികെ ബാക്കി എല്ലാ പേരും NDA സഖ്യം വിജയിക്കുമെന്നാണ് പറയുന്നത്. ഏതാണ്ട് 53 സീറ്റിന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് അവരുടെ വിലയിരുത്തൽ. 3-2 ഭൂരിപക്ഷം എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം ഈ എക്സിറ്റ് പോളുകൾ പറയുന്നതനുസരിച്ച്. അതേസമയം 2 പേര് അതല്ല, ഇന്ത്യ സഖ്യം, അതായത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം ജയിക്കും എന്നാണ് 2 പേര് പറയുന്നത്. അത് അവർ ഒന്ന് ആക്സിസ് മൈ ഇന്ത്യയും പി മാർക്കും, അവർ ഈ മഹാഗഠബന്ധൻ, ഇവർക്ക് കോൺഗ്രസിനും നമ്മുടെ ജാർഖണ്ഡ് മുക്തി മോർച്ചയും കൂടെ ചേർന്ന് മത്സരിക്കുന്ന സഖ്യത്തിന് വിജയം പറയുന്നു. ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ സർവേകളൊക്കെ നമുക്ക് ഈ പറഞ്ഞതുപോലെയാണ്. ചില സർവേകൾ 42 മുതൽ 47 സീറ്റ് വരെ പറയുന്നുണ്ട് NDAക്ക്. വേറൊരു കൂട്ടർ, അതായത് മാട്രിക്സ് ആണ് അത് പറഞ്ഞിരിക്കുന്നത്. പീപ്പിൾസ് പൾസ് 44 മുതൽ 51 വരെ, അതുപോലെ ചാണക്യ സ്ട്രാറ്റജീസ് 45 മുതൽ 50 വരെ, അതുപോലെ JVC 40 മുതൽ 44 വരെ. ഇവരെല്ലാവരും ഏതാണ്ട് ഒരു എഡ്ജ് വെച്ച് NDAക്ക് ഒരിത് പറയുന്നുണ്ട്. അതേസമയം ഇന്ത്യ സഖ്യത്തിന് മാട്രിക്സ് 25 മുതൽ 30 വരെ, പീപ്പിൾസ് പൾസ് പറയുന്നത് 25 മുതൽ 37 വരെ, ചാണക്യ സ്ട്രാറ്റജീസ് പറയുന്നത് 35 മുതൽ 38 വരെ, JVC പറയുന്നത് 30 മുതൽ 40 വരെ സീറ്റുകളെന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു ചെറിയൊരു എഡ്ജിനാണ് BJPയുടെ അല്ലെങ്കിൽ NDAയുടെ വിജയത്തെക്കുറിച്ച് അവർ പറയുന്നത്. ഓക്കെ, ഇപ്പം എന്തുകൊണ്ടായിരിക്കും ഈ എക്സിറ്റ് പോളുകളൊക്കെ ഇപ്പം BJPക്ക് ഒരു വിജയം പ്രവചിക്കുന്നത്? അത് അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അതായത് ഇവിടെ നമ്മുടെ ജാർഖണ്ഡിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, അദ്ദേഹം അഴിമതി കേസിലൊക്കെ പെട്ട് ജയിലിലൊക്കെ ആയതാണ്, അറിയാമല്ലോ. അദ്ദേഹം BJP അദ്ദേഹത്തെ ED കേസിൽ പെടുത്തി എന്നൊക്കെ പറഞ്ഞ് വലിയ ആക്ഷേപമൊക്കെ ഉയർന്നിരുന്നതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിനിധിയെ മുഖ്യമന്ത്രിയാക്കി വെച്ച് ഭരിക്കാനൊക്കെ ശ്രമിച്ചു. അത് കുറച്ച് നാൾ പോയി. അത് കഴിഞ്ഞ് അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങി, വീണ്ടും അദ്ദേഹം ആ ആളിനെ മാറ്റി. അപ്പോൾ അവിടെ വലിയ തോതിൽ പാർട്ടിക്കുള്ളിൽ, ഈ ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കുള്ളിൽ വലിയ ഗ്രൂപ്പിസം ഉടലെടുത്തു. ഈ ഹേമന്ത് സോറൻ്റെ ഇടപെടലുകൾ വലിയൊരു ഏകാധിപത്യ പ്രവണതയാണ്. അദ്ദേഹം താൻ പോരിമ കാണിക്കുന്നു, പാർട്ടിക്കുള്ളിൽ ആലോചിക്കുന്നില്ല, മറ്റുള്ളവരുടെ അഭിപ്രായം മുഖവിലേക്ക് എടുക്കുന്നില്ല, അവരെ പരിഗണിക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു വളരെ ശക്തമായ ആക്ഷേപവും ഒരു അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു പാർട്ടിക്കുള്ളിൽ. അങ്ങനെ ഒരു കെട്ടുറപ്പില്ലാതെയാണ് ഈ ജാർഖണ്ഡ് മുക്തി മോർച്ച തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒപ്പം ഈ ഭരണവിരുദ്ധ വികാരവും അവിടെ അലയടിച്ചിരുന്നു. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് അവർക്ക് തിരിച്ചടിയായിരിക്കുന്നത്. പിന്നെ കോൺഗ്രസ് പൊതുവേ നമുക്കറിയാം, അവിടെ ഇപ്പോൾ അത്ര വലിയ ശക്തരൊന്നും അല്ല കോൺഗ്രസ് ഈ പല്ലുകൊഴിഞ്ഞ സിംഹമാണ് അവിടെ. ജാർഖണ്ഡിൽ മാത്രമല്ല, ഉത്തരഭാരതത്തിൽ പല സ്ഥലത്തും കോൺഗ്രസ്സിന് സംഘടനാ സംവിധാനം തകർന്നു പോയി എന്നുള്ളതൊരു പ്രശ്നമാണ്. പക്ഷെ നല്ല നേതാക്കൾ പലരും ഉള്ളതുകൊണ്ട് കോൺഗ്രസ് പിടിച്ചു നിൽക്കുന്നു. ഒരു ദേശീയ കക്ഷി എന്നുള്ള നിലയ്ക്കും കോൺഗ്രസ്സിനൊരു പ്രാധാന്യമുണ്ട്. ഒരു പ്രതിപക്ഷ പാർട്ടി, എപ്പോഴും ജനാധിപത്യത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഭരണപക്ഷത്തോട് എതിർപ്പുള്ളവർ പ്രതിപക്ഷത്തുണ്ടാവും, പ്രതിപക്ഷത്തോട് എതിർപ്പുള്ളവർ ഭരണപക്ഷത്ത് നിൽക്കും. ഇങ്ങനെ ആണ് രാഷ്ട്രീയം പോകുന്നത്. അപ്പോൾ അതിൽ ഈ കോൺഗ്രസ് അത്യാവശ്യം കോൺഗ്രസ്സിന് കുറച്ച് ജനകീയ ജനപിന്തുണയൊക്കെ ഉണ്ട്. ഇതെല്ലാം വെച്ചാണ് കോൺഗ്രസ്
ഓരോ സംസ്ഥാനങ്ങളിലും അവിടുത്തെ ലോക്കൽ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അങ്ങനെ മത്സരിക്കാൻ മത്സരിക്കുന്നതും. ഇവിടെയും അത് തന്നെയാണ്. കോൺഗ്രസ്സിന് വലിയൊരു സ്വാധീനമൊന്നും പറയാനില്ല, എന്നാലും അത്യാവശ്യം ഇതൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ വെച്ച് ഈ ജാർഖണ്ഡ് മുക്തി മോർച്ചയുമായിട്ട് ചേർന്ന് BJPയെ എതിരിടാനാണ് കോൺഗ്രസ് അവിടെ ശ്രമിച്ചത്. അത് ഇപ്പോൾ വിജയിക്കുമോ പരാജയപ്പെടുമോ നമുക്ക് വോട്ട് എണ്ണിയാലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ പൊതുവേ കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ എന്താ പറയണ്ടേ, ഒരു BJPക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് അതിനകത്ത്. ഇപ്പം ഇനി വല്ല റിസോർട്ട് രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണോ ഉണ്ടാവുക? സാധാരണ BJPയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവാറ്. പക്ഷെ ഇവിടെ ജയം ഉറപ്പിച്ചല്ലോ. അല്ല, ഇവിടെ എക്സിറ്റ് പോളുകളാണ് പറഞ്ഞത്. അപ്പോഴും പറ്റില്ല. അല്ല, നമുക്ക് മനസ്സിലാക്കണം, ഈ 81 സീറ്റാണ് ആകെ ഉള്ളത്. അപ്പം അതിൻ്റെ പകുതി എങ്കിലും കിട്ടണം അല്ലേ? ഒരു 41-42 സീറ്റ് വരെ കിട്ടിയാലേ കേവല ഭൂരിപക്ഷം ആവുള്ളൂ. ഇവിടെ BJPക്ക് അതിൽ നിന്നൊരു 10 സീറ്റ് വരെ പരമാവധി കൂടുതലേ പറയുന്നുള്ളൂ. ആവറേജ് നമ്മൾ എടുത്തു നോക്കിയാൽ 1-2 കക്ഷികളാണ് ഈ 50-ന് മേളിലേക്ക് പറയുന്നത് തന്നെ. ബാക്കി എല്ലാവരും 50-നോട് അടുപ്പിച്ചൊക്കെയാണ്. ഒരു പക്ഷേ ഹേമന്ത് സോറനും കോൺഗ്രസും കൂടി ചേർന്ന് എന്താ പറയുക, ഒരു തൂക്ക് മന്ത്രിസഭ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ അവിടെ എന്ത് സംഭവിക്കാം? ഈ BJPയെ മാത്രം നമ്മൾ ആ കാര്യത്തിൽ എന്താ പറയണ്ടേ, ചാപ്പ കുത്തണ്ട. മറിച്ച് ഹേമന്ത് സോറനും മോശക്കാരനൊന്നുമല്ല. ഒന്നാമത് അദ്ദേഹം അവിടെ ഭരിച്ചിരുന്നയാളാണ്. അഴിമതി കേസ് കണക്കില്ലാതെ പണം കയ്യിൽ വെച്ചു എന്നുള്ളതാണ്. കണക്ക് കാണിക്കാൻ പറ്റാത്ത അത്രയും അനധികൃതമായ പണം സമ്പാദിച്ചു, പണം കയ്യിൽ വെച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ കുറ്റം. ED അന്വേഷിച്ചത് ആ കേസാണ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിലൊക്കെയാണ് അദ്ദേഹം പെട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അല്ല, അത് പിന്നെ കോടതിയിലൊക്കെ വന്ന് വെറുതെ വിട്ടു. എനിക്ക് തോന്നുന്നു ജാമ്യം കിട്ടിയെന്ന് തോന്നുന്നു. കേസിൻ്റെ വിചാരണ ഇനി നടക്കാനിരിക്കുന്നുണ്ടാവും. എന്തായാലും ഈ കാര്യത്തിൽ ഹേമന്ത് സോറനും മോശമല്ല. അപ്പോൾ കോൺഗ്രസ് അവിടെ കുറച്ച് സെറ്റ് ബാക്ക് ഒക്കെ ആണെങ്കിലും ഈ ഹേമന്ത് സോറൻ അവിടെ ഒരു അതികായനാണ്. അപ്പോൾ ഹേമന്ത് സോറൻ്റെ പച്ചയിലാണ് ഈ ജാർഖണ്ഡ് മുക്തി മോർച്ച നിലനിൽക്കുന്നത്. അപ്പോൾ അയാളും അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റിസോർട്ട് രാഷ്ട്രീയത്തിൽ ആരും മോശമല്ല. ഒരുപക്ഷെ BJPക്കും ചെറിയൊരു എഡ്ജാണെങ്കിൽ BJPയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പല സ്ഥലത്തും ഈ സ്വതന്ത്രരായ ആൾക്കാർക്ക് 1 മുതൽ 4 വരെ സീറ്റുകൾ പറയുന്നുണ്ട്. ഈ 2 പക്ഷത്തും മത്സരിച്ച ചെറിയ പാർട്ടികളുണ്ട്. അപ്പോൾ ഈ ചെറിയ പാർട്ടികളെ പിടിക്കാൻ ഇവർ തീർച്ചയായിട്ടും ശ്രമിക്കും. എന്താ പറയണ്ടേ, ഒരു മന്ത്രിസ്ഥാനം കൊടുത്താൽ മതിയല്ലോ, ആളിങ്ങോട്ടേക്ക് വരും. അപ്പോൾ അതിനകത്തിപ്പോൾ 1-2 പേര് ജയിച്ചിട്ടുണ്ട് എന്നിരിക്കട്ടെ, ഒരാളിന് മന്ത്രിസ്ഥാനവും ഒരാളിന് വേറെ എന്തെങ്കിലും ഒരു പദവിയും കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചീഫ് വിപ്പ് പദവി കൊടുക്കുകയാണെങ്കിൽ ആൾ വരും. അവർക്കൊന്നും അങ്ങനത്തെ ആദർശമൊന്നുമില്ല. അവർക്ക് ഭരണം മത്സരിക്കുന്നത് തന്നെ ജയിക്കാനും ഭരണത്തിലേറാനും വേണ്ടിയിട്ടാണ്. അത് അവിടുത്തെ ഒരു കൾച്ചർ അതാണ്. പ്രത്യേകിച്ചും ജാർഖണ്ഡിലെ രാഷ്ട്രീയം നമുക്കറിയാമല്ലോ. ഇദ്ദേഹത്തിന് മുമ്പ് ഇരുന്നതും ഹേമന്ത് സോറന് മുമ്പുണ്ടായിരുന്നതും ഇപ്പോൾ നടന്നതും കഴിഞ്ഞ ഭരണത്തിൽ നടന്നതുമായ കാര്യങ്ങളെല്ലാം, വാർത്തകളെല്ലാം പുറത്തു വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചെറിയ കക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവർ ഭരണം നിലനിർത്താനും തുടരാനും ഉള്ള ഈ ഗിമ്മിക്കുകളൊക്കെ ഇവർ കാണിക്കും. അത് സത്യമാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ലഭ്യമായ ഈ എക്സിറ്റ് പോളുകളെ വിശ്വസിക്കാമെങ്കിൽ എക്സിറ്റ് പോളുകൾ പറയുന്ന അനുസരിച്ച് BJPക്ക് ഒരു മേൽക്കൈയുണ്ട്. ഹരിയാന പോലെ ചതിക്കാൻ സാധ്യതയില്ല എക്സിറ്റ് പോൾ. ഹരിയാനയിൽ എക്സിറ്റ് പോളുകളാണോ ചതിച്ചത്, ജനമാണോ എക്സിറ്റ് പോളിനെ ചതിച്ചത്? എല്ലാവരും ഹരിയാനയിലെ സ്ഥിതി വേറൊന്നായിരുന്നു. അവിടെ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിരുന്നു. അപ്പോൾ എക്സിറ്റ് പോളുകൾ അതിലാണ് ശ്രദ്ധ ഊന്നിയത്. അപ്പോൾ അവരങ്ങനത്തെ ഒരു ക്ലാസ് ആൾക്കാരെയൊക്കെ കണ്ടാണ് പിന്നെ വിവരങ്ങൾ ശേഖരിച്ചത്. പക്ഷേ ഹരിയാനയിൽ വേറൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടന്നു. അത് BJP വളരെ ഭംഗിയായിട്ട് ചെയ്തു. അത് പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായത്. ഈ സർവേ നടത്തിയവർക്കും എക്സിറ്റ് പോളുകാർക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ മനസ്സിലായത് കോൺഗ്രസ് നടത്താതെ പോയ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് BJP നടത്തി. ഇവിടെയും അത് തന്നെയാണ്. BJP കൃത്യമായിട്ട് ജാതി സമവാക്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് BJPക്ക് അതിൻ്റെ ഗുണം കിട്ടാൻ സാധ്യതയുണ്ട്. BJPയേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ കോൺഗ്രസിന് അവിടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അവർ തമ്മിലൊരു 1% വ്യത്യാസമുള്ളൂ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് സത്യമാണ്, അത് തെറ്റല്ല. അപ്പോൾ എക്സിറ്റ് പോളുകളെ വാസ്തവത്തിൽ ജനങ്ങൾ കൊടുത്ത ഇൻഫർമേഷനൊക്കെ കറക്റ്റായി. എന്തായാലും 23-ാം തീയതി BJPക്ക് സന്തോഷിക്കാനുള്ള വകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കേരളത്തിൽ ഹാപ്പിയാണ്, ജാർഖണ്ഡിലും അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലും
ഹാപ്പി ആയിരിക്കുമെന്നാണ് എക്സിറ്റ് പോളുകളും പറയുന്നത്. നമുക്കതിലേക്ക് വരാം.